ചെർപ്പുളശ്ശേരിയിൽ ബേക്കറി ഷോപ്പിൽ ഗുണ്ടാവിളയാട്ടം. മുസംബി മുറിച്ചു നൽകാത്തതിന് ബേക്കറി ഉടമയെയും ജീവനക്കാരനെയും ക്രൂരമായി മർദ്ദിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായും പരാതി. കഴിഞ്ഞ 18-നാണ് ചെറുപ്പളശ്ശേരി ടൗണിലെ ബേക്കൻ ലേക്ക് എന്ന സ്ഥാപനത്തിൽ കേസിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത്. വൈകിട്ട് 5:30-യോടെ കടയിലെത്തിയ യുവാവ് വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന മൂസമ്പി എടുത്ത് മുറിച്ചു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കടയിലേറെ തിരക്കുള്ള സമയമായതിനാൽ അല്പനേരം കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ട കടയിലെ ജീവനക്കാരനെ ജ്യൂസ് കൗണ്ടറിന്റെ വാതിൽ തല്ലി തകർത്ത യുവാവ് മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞ കടയുടമ അബ്ദുൾ ഷുക്കൂറിനെ പിന്നീട് സംഘമായി എത്തിയ ഗുണ്ടകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ അബ്ദുൾ ഷുക്കൂറിന്റെ കണ്ണിനും പല്ലിനും മാരകമായി പരിക്കേറ്റു. കടയിലെ പൊട്ടിയ ഗ്ലാസ് എടുത്ത് അബ്ദുൾ ഷുക്കൂറിന്റെ കഴുത്തിലേക്ക് കുത്താൻ ശ്രമിച്ച യുവാവിനെ തടയുന്നതിനിടെ ഷുക്കൂറിന്റെ കയ്യിലും പരിക്കേറ്റു. കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഗുണ്ടാ സംഘത്തെ തടിച്ചുകൂടിയ നാട്ടുകാർ ചേർന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് അബ്ദുൾ ഷുക്കൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതാക്കൾ അടക്കമുള്ളവരെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. തുടർന്ന് ചെർപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും തൃപ്തികരമായ രീതിയിലുള്ള ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നും അബ്ദുൾ ഷുക്കൂർ പറയുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതാക്കളും ചെർപ്പളശ്ശേരി യൂണിറ്റ് ഭാരവാഹികളും യാതൊരുവിധ പിന്തുണയും തനിക്ക് നൽകിയില്ലെന്നും പലരും പണം വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായും അബ്ദുൾ ഷുക്കൂർ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് SP, DYSP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് നീതി ലഭിക്കും വരെ കേസുമായി ഏതറ്റം വരെയും താൻ പോകുമെന്നും മർദ്ദനമേറ്റ കടയുടമ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. 18-ാം തീയതിയാണ് സംഭവിക്കുന്നത്. ആദ്യം ഒരു പയ്യൻ വന്നിട്ട് ഒരു 3 മുസംബി, കടയിൽ നല്ല തിരക്കായിരുന്നു. ലൈനിലൂടെയൊക്കെ സ്ത്രീകളും കുട്ടികളും ഒരുപാട് ആൾ ജ്യൂസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്ന് അവിടുന്ന് ഒരു 3 മുസംബി മേടിച്ച് നേരിട്ട് ജ്യൂസ് കൗണ്ടറിലേക്ക് എൻ്റെ ജ്യൂസ് ജീവനക്കാരന് കൊടുക്കരുന്നത് തൊലിച്ച് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അവൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ പോയി. അവനെ പുറത്ത് പോയിട്ട് തന്നെ രണ്ട് മിനിറ്റിനുള്ളിൽ വീണ്ടും വരുമായിരുന്നു അവന് തൊലിച്ചില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ക്യാഷ് കൗണ്ടറിലും തിരക്ക്, ഫ്രൂട്ട്സിൻ്റെ അവിടെ എല്ലായിടത്തും കസ്റ്റമേഴ്സായിരുന്നു. അപ്പോൾ അവന് തൊലിച്ചില്ലെന്നും ചോദിച്ചിട്ട് ഡോറ് അടിച്ച് പൊളിക്കണമെന്ന് കണ്ട് അവനെ പിടിച്ച് തല്ലാൻ വേണ്ടി പോവുക. അപ്പോഴത്തേക്കും ഞാൻ സൗണ്ട് കേട്ട് ഞാൻ ഇവിടുന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്ന് അവിടേക്ക് പോയിട്ട് അവനെ പിടിച്ച് മാറ്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു പിന്നെ അവൻ്റെ സംസാരം ശരിയില്ല. എന്താ അവൻ്റെ സംസാരം ശരിയാകായി ചോദിച്ചു. അപ്പോൾ മുസംബി തൊലിച്ചിരുന്നില്ല പറഞ്ഞു. അപ്പോൾ ഇത് ലൈനിലെ കൂടെയൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഇതിനാട്ടിൽ മുന്നേ വന്നവരാണ്. അപ്പോൾ അത് സാവധാനം മെല്ലെ കട്ട് ചെയ്ത് തരും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതല്ല അവൻ്റെ സംസാരം ശരിയല്ല. എന്താ അവൻ പറഞ്ഞു പുറത്ത് പറയുമെന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ ഡോറ് പൊളിച്ച് അവനെ തല്ലാനും അകത്തേക്ക് അവനെ തല്ലാൻ ശ്രമിക്കണേ. അതിന് മാത്രം അത് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. വീണ്ടും അവനെ പുറത്താക്കുമ്പോഴേക്കും ഒരുത്തനും കൂടെ അവൻ്റെ കൂടെ വരികയായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഉപദ്രവിക്കുമായിരുന്നു. മുസംബി എല്ലാം എൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ജീവനക്കാരും പാടെ കൂടിയിട്ട് അവരെ പിടിച്ച് പുറത്താക്കിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ജ്യൂസുകാരനെ കാണിച്ചു തരാം, ഞങ്ങൾ വെറുതെ ഉള്ള ഷോപ്പ് തല്ലി പൊളിക്കും, നിങ്ങളിങ്ങോട് പാടാം. അപ്പോൾ ഞാനത് കാര്യമായിട്ട് നിസ്സാരമായിട്ട് എടുത്തുള്ളൂ ഞാൻ. അപ്പോൾ അവർ അതിനോടൊപ്പം തന്നെ അവർ വീണ്ടും ഒരു 5-ഓളം സംഘമുണ്ട്. 4 പേരകത്ത് കയറിയിട്ട് ഞങ്ങളെ തല്ലുകയും കണ്ണിനേക്ക് ഇടിക്കുകയും എന്നെ ഇവിടെ ഇടിച്ച് വീഴ്ത്തിയിട്ട് എന്നെ വാരിയിലേക്കും നെഞ്ഞത്തേക്കും കണ്ണിലേക്കും ശക്തമായി ഇടിക്കുകയും പിന്നെ ഒരു പൊട്ടിക്കിടന്ന ജ്യൂസിൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടിക്കുകയായിരുന്നു. അതിൽ ഞാൻ തടുത്തപ്പോൾ എൻ്റെ നടുവിരലിൽ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കഴുത്ത് വരെ എനിക്ക് മരണം വരെ സംഭവിക്കുമായിരുന്നു. എന്നിട്ട് ജനങ്ങളും കണ്ടുന്ന ജീവനക്കാരൊക്കെ പാടെ പിടിച്ച് മാറ്റിയിട്ട് അങ്ങനെ അവർ പോവുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ജീവനക്കാരെ ജ്യൂസ് അടിക്കുന്ന സഫാൻ എന്ന് പറഞ്ഞ എൻ്റെ ജീവനക്കാരനെയും കഴുത്ത് പിടിച്ച് പൊക്കിയിട്ട് 2 പേരെ ഇടിക്കുകയും കുത്തുകയും ചെയ്യുമായിരുന്നു ഇവർ. അതിനെ തുടർന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വ്യാപാരി സംഘടനക്ക് വിളിച്ചു അമിത് കാക്ക. അപ്പോൾ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അന്ന് രാത്രി അങ്ങനെ നേരിട്ട് ഷോപ്പിനകത്തേക്കല്ല അവർ കയറിയിരിക്കണേ. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെയുള്ള നാശനഷ്ടങ്ങളും കാര്യങ്ങളും അവർ നോക്കിയിട്ടില്ല. നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് അവിടെ വന്ന് നോക്കിയത് പോലീസ്. ഇൻറ്റിമേഷനും ഡോക്ടർ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വേദന കൊണ്ട് തരിച്ചും എനിക്കൊക്കെ പാടെ ഒരു ഇതിലായിരുന്നു. ഞാൻ അവിടെ പറ്റ അവശനായിട്ടായിരുന്നു കിടന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു പല്ല് ഇളകിയിട്ടുണ്ട്, പല്ല് ഡോക്ടറെ കാണിക്കാനും അതുപോലെ കണ്ണ് ഡോക്ടറെ കാണിക്കാനും പറഞ്ഞു. ശനിയാഴ്ച രാത്രി ആയിരുന്നു. തുടർന്ന് ഞാൻ 20-ാം തീയതി ഞായറാഴ്ച ലീവല്ലായിരുന്നു. തുടർന്ന് ഞാൻ ഇപ്പോൾ കണ്ണാശുപത്രിയിലും പല്ലാശുപത്രിയിലും പോയി. പല്ലാശുപത്രിയിലത്തെ ഡോക്ടർ പറഞ്ഞു, എക്സ്റേ എടുത്തിട്ട് എന്നോട് പറഞ്ഞു പല്ല് ഇളകിയിട്ടുണ്ട്, പല്ല് കൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പല്ല് കൊഴിഞ്ഞു പോകും, പല്ല് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അതിൻ്റെ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കണ്ണിനിപ്പോൾ അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. നീര് കെട്ടിയിരുന്നു, നിറച്ച് നീരൊക്കെ കെട്ടി ഇരിക്കുകയായിരുന്നു കണ്ണിൽ.
അങ്ങനെ തന്നെ പോലീസ് വേണ്ട തീരുമാനം ഇതിന് എടുത്തിട്ടില്ല. ഞങ്ങളെ നേതാവ് മുന്നിലിറങ്ങി പ്രവർത്തിക്കണമില്ല. ബാക്കിൽ നിന്ന് എല്ലാം എന്തോ ഒരു ക്യാഷിൻ്റെ മീതെ ക്യാഷുള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ കേസിൻ്റെ പുറകെ പോകുമ്പോൾ എൻ്റെ വ്യാപാരി സംഘടന നേതാവായാലും ശരി ഇതിനെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്ന് മുന്നിൽ ഇറങ്ങില്ല വേണ്ടത്. ഇനി എന്താ ചെയ്ത ശുക്കൂറ കോംപ്രമൈസിനാണെങ്കിലും റെഡി, അല്ലെങ്കിൽ മുന്നോട്ട് കേസ് കൊണ്ട് പോകണമെങ്കിൽ പോയിക്കോ. അങ്ങനെ ഒരു വാക്ക് തരാൻ എനിക്ക് ഒരുപാട് ആളുണ്ട്. അതല്ലല്ലോ വേണ്ടത്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. 10-14 വർഷമായി കട ഞാൻ കൊണ്ടുനടത്തുന്നു, കേസും കൂട്ടൊക്കെ ആയിട്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും തന്നെ മൊഴിയെടുക്കാൻ 18-ാം തീയതി കഴിഞ്ഞ സംഭവത്തിൻ്റെ ശേഷം ഞാൻ മീഡിയക്കാരെ വിളിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. 19-ാം തീയതി രാത്രിയാണ് അവർ മൊഴിയെടുക്കാൻ എന്നെ വിളിച്ചത്. എന്നിട്ട് അവരെന്തൊക്കെ എഴുതി ചേർത്ത മൊഴിയിലൂടെ എന്നെ ഒപ്പിടിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞതും എഴുതിയതും മുഴുവൻ അതിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് സഫ്വാൻ എൻ്റെ ജീവനക്കാരൻ്റെ മൊഴിയിലും കൂടെ എഴുതും, എന്നിട്ട് അവനെ കൊണ്ടും കൂടെ ബാക്കിയുള്ള അവൻ്റെ മൊഴിയിൽ എഴുതും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയായിരുന്നു. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു അവരെഴുതിയത്. പിന്നീട് അവരെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണമോ പോലീസിൻ്റെ അടുത്ത് നിന്നായാലും ശരി, വ്യാപാരി സംഘടനയുടെ അടുത്ത് നിന്നായാലും ശരി, യാതൊരു അന്വേഷണം ഇതിനെ പറ്റി കുറിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ SP യുടെ അടുത്തും DYSP യുടെ അടുത്തും പോയിട്ട് പരാതി നൽകുകയായിരുന്നു. അതിൻ്റെ SP യുടെ അടുത്ത് പരാതി നൽകിയതിൻ്റെ ശേഷമാണ് അവർ കേസ് അന്വേഷണത്തിന് ഷോപ്പിലേക്ക് വരികയും തുടർന്ന് ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നെ വീണ്ടും മൊഴി പറയാൻ വേണ്ടി വിളിക്കുകയും ചെയ്തത്. അതേമാതിരി എൻ്റെ ജീവനക്കാരൻ ഇന്ന് വന്നിട്ടാണ് മൊഴി എടുത്തിട്ടുള്ളത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെ. അതാണ് ഇപ്പം ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇപ്പം അവർക്ക് കോംപ്രമൈസും ക്യാഷുമാണ്, അതിലൊതുങ്ങണം. നാളെ അപ്പുറത്തെ കടയിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഇവന്മാരെ ഗുണ്ടകളെ വിട്ട നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീതി വേണം. എനിക്ക് അത്രത്തോളം എൻ്റെ ഉപദ്രവം വന്നിട്ടുണ്ട്. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.